ഹലോ. അങ്ങനെ നമ്മൾ ഡേ 8 ആയിരിക്കുകയാണ്. അപ്പം എല്ലാവരുടെയും വെയിറ്റ് ലോസ് സക്സസ് ആയിട്ട് പോകുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എത്ര കെ ജി കുറഞ്ഞു എന്നുള്ളത് പറയണം. അപ്പം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഗൂഗിൾ ഫിറ്റ് എന്ന് പറയുന്ന ഒരു ആപ്പാണ്. ഓൾറെഡി ഇന്നലെ നമ്മൾ ഹെൽത്തി ഫൈൻഡ് മീ എന്ന് പറയുന്ന ആപ്പിനെക്കുറിച്ച് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അപ്പം ഇന്ന് നമുക്ക് ഗൂഗിൾ ഫിറ്റ് എന്താണെന്നും അതുപോലെ അതിൻ്റെ പ്രത്യേകതകൾ ഒക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാം. അതാകുമ്പം നമുക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. ഞാനിത് പൊതുവെ ഉപയോഗിക്കുന്നത് നമ്മുടെ വെയിറ്റ് കാൽക്കുലേറ്റ്, അതായത് ഓരോ ടൈമിലും നമ്മൾ വെയിറ്റ് നോക്കുമ്പോൾ ആ വെയിറ്റ് നമ്പേഴ്സ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്നൊക്കെയാണ് നമ്മൾ ലാസ്റ്റ് വെയിറ്റ് നോക്കിയെന്നുള്ളത് അറിയാൻ പറ്റും. സെക്കൻഡ് ഞാനിത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വാക്കിങ് കൗണ്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഞാൻ 10,000 സ്റ്റെപ്സാണ് പെർ ഡേ നടക്കുന്നത്. അതായത് 1.25 മണിക്കൂർ 1.5 മണിക്കൂർ വരും. മാക്സിമം പോയ ഒരു 1.5 മണിക്കൂർ കേട്ടോ വരുള്ളൂ. നമ്മൾ ഭയങ്കര ഇങ്ങനെ ആടി തൂങ്ങിയാണ് നടക്കുന്നതെങ്കിലാണ് 1.25 മണിക്കൂർ എടുക്കുന്നത്. അപ്പം അത് കൗണ്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ കൂടുതലായിട്ട് ഈ ആപ്പ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഇന്നലെ പരിചയപ്പെടുത്തിയ ഹെൽത്തി ഫൈൻഡ് മീ എന്ന് പറയുന്ന ആപ്പിൽ ഇതിന് ഓൾറെഡി ഒരു വാക്കിങ് കൗണ്ട് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഓപ്ഷനുണ്ട്. പക്ഷേ അത് കൗണ്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഗൂഗിൾ ഫിറ്റും കൂടെ ഡൗൺലോഡ് ചെയ്താലേ ഉള്ളൂ അത് പ്രവർത്തിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഗൂഗിൾ ഫിറ്റിനെ കുറിച്ച് അറിഞ്ഞത്. ഞാൻ നേരത്തെ ഹെൽത്തി ഫൈൻഡ് മീ മാത്രമേ ഉപയോഗിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പം അങ്ങനെ ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയതാണ്. പക്ഷേ ഇതിൽ നമ്മൾ പാസ്റ്റായിട്ട് എത്ര നാൾ നടന്നു എന്നും നമ്മുടെ എല്ലാ ഒരു ജേണൽ അതിനകത്തുണ്ട്. അതാകുമ്പോൾ നമുക്ക് കൺഫ്യൂഷനില്ല നമ്മുടെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ ഞാനിത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിന്ന് രാവിലെ കഴിച്ചതും കൂടെ പറയാം. കുറച്ച് പേർക്കത് കൺഫ്യൂഷനുണ്ട്, രാവിലത്തെ ആണോ ഉച്ചക്കത്തെ ആണോ. രാവിലെ ഞാൻ ദോശയാണ് കഴിച്ചത്. ദോശയും സാമ്പാറും. ഉച്ചയ്ക്ക് ഞാൻ ഒരു പീസ് ചിക്കൻ, ഒരു കുമ്പിൾ, പിന്നെ കുറച്ച് തോരനുകൾ, പയറും കായും തോരൻ, അതാണ് കഴിച്ചത്. പിന്നെ ഡിന്നറായിട്ട് ഞാൻ കഴിച്ചത് മ്യൂസ്ലിയാണ്. അതിനകത്ത് ഞാൻ ഫ്ലേവേർഡ് യോഗട്ട്, മാംഗോയുടെ ഫ്ലേവേർഡ് യോഗട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇത്രയാണ് ഞാനിന്ന് ഫുൾ ഡേ കഴിച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ എല്ലാ ദിവസവും ഒരു 2 ലിറ്റർ വരെ മാക്സിമം വെള്ളം കുടിക്കും. മിനിമം ഞാൻ 2 ലിറ്ററേലും കുടിക്കും. മാക്സിമം ഞാൻ 4 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കും. അത് നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്നലെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ ഷുഗർ കട്ടാണെന്ന്. ഷുഗർ കട്ടാണ്, പക്ഷെ ഞാൻ ഓൾറെഡി പറഞ്ഞു ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാപ്പി കുടിക്കും. അന്നേരം ഞാൻ പഞ്ചസാര ഇട്ട് തന്നെയാണ് കഴിക്കുന്നത്. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ക്രേവിങ്സ് വരുമ്പോൾ ചോക്ലേറ്റും അതൊക്കെ കഴിക്കാറുണ്ട്. പക്ഷേ ഓവറായിട്ട് കഴിക്കാറില്ല. അത്യാവശ്യത്തിന് ഞാൻ ഒരു ബാറൊക്കെ കഴിക്കാറുണ്ട്. അപ്പം ഞാൻ പൂർണ്ണമായിട്ട് ഷുഗർ കട്ട് എന്ന് പറയാൻ പറ്റത്തില്ല. ഷുഗർ കട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഷുഗറി ഫുഡ്സും കഴിക്കാതിരിക്കുമ്പോഴാണല്ലോ അങ്ങനെ പറയുന്നത്. അപ്പം അതാണ് നമ്മുടെ ഇന്നത്തെ കാര്യങ്ങൾ. ബാക്ക് ടു ദി ടോപ്പിക്ക്. നമുക്കിന്ന് ആപ്പിനെക്കുറിച്ച് പരിചയപ്പെടുത്താം. ഇത് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഒക്കെ അവൈലബിൾ ആണ്. ഇത് ഗൂഗിൾ ഫിറ്റ്, FIT, ഗൂഗിൾ ഫിറ്റ് എന്നാണ് ഈ ആപ്പിൻ്റെ പേര്. അപ്പം ഈ ആപ്പിൻ്റെ ഇൻ്റർഫേസ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിൽ നമ്മൾ എത്ര കാലോറി ഇതുവരെ എത്ര കാലോറി നമ്മുടെ ബേൺ ആയിട്ടുണ്ടെന്നും നമ്മൾ എത്ര മീറ്റർ നടന്നിട്ടുണ്ടെന്നും അതുപോലെ എത്ര സ്റ്റെപ്സ് വെച്ചിട്ടുണ്ടെന്നും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിന് ഇൻ്റർഫേസിലുള്ളത്. ഇത് നമ്മുടെ ജേണലാണ്. അതായത് ഞാൻ ഇത്രയും നാൾ നടന്നതിൻ്റെ ഒരു ജേണൽ, എത്ര സ്റ്റെപ്സ് വെച്ചാണ്. ഞാൻ മിക്ക ദിവസവും 10,000 സ്റ്റെപ്സ് മാക്സിമം നടക്കാൻ ഞാൻ നോക്കാറുണ്ട്. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ രാവിലെ വൈകിട്ടാണ് നടക്കുന്നതെങ്കിൽ കുറച്ച് സ്റ്റെപ്സ് ഓൾറെഡി ഇതിനകത്ത് വന്ന് കിടക്കുന്നു. അതായത് നമ്മൾ ഫോണും കൊണ്ട് നടക്കുമ്പോഴല്ല ഈ സ്റ്റെപ്സ് കാൽക്കുലേറ്റ് ചെയ്യും. ഇപ്പോൾ എൻ്റെ 86 എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ടോ. അപ്പോൾ ഞാൻ ഇതുവരെ നടന്നതാണ് ഈ 86 സ്റ്റെപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കൂട്ടാണ്ടാണ് കേട്ടോ നമ്മൾ 10,000 സ്റ്റെപ്സ് നടക്കേണ്ടത്. അപ്പോൾ ഇപ്പം നമ്മുടെ കറൻറ്റ് വെയിറ്റ് എത്രയാണെന്നും അതുപോലെ തന്നെ ഇപ്പം നമ്മൾ എത്ര നേരമാണ് നടക്കുന്നതെന്നും എത്ര ഡിസ്റ്റൻസ് നടക്കുന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് അറിയാൻ പറ്റും. പിന്നെ ഇത് നമ്മൾ ഈ വാക്കിങ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചില്ലെങ്കിലും നമ്മൾ ഫോണുമായിട്ട് നടന്നാൽ തന്നെ ഇത് കാൽക്കുലേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ വാക്കിങ് സ്റ്റാർട്ട് ചെയ്ത് വെക്കണമെന്നില്ല, വെക്കേണ്ടവർക്കാണ് വെക്കാം. ഈ റൗണ്ടിൽ 86 എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ടോ, അതാണ് നമ്മുടെ എന്താണ് പറയുക, നമ്മുടെ സ്റ്റെപ്സ്. ഇപ്പോൾ 86 സ്റ്റെപ്സാണ് ഞാൻ നടന്നിട്ടുള്ളത്. ഞാൻ വൈകിട്ടാണ് നടക്കുന്നത്, അതുകൊണ്ടാണ് ഇത് 86 കിടക്കുന്നത്. അത് 10,000 ആകുന്നത് വരെയാണ് നമ്മൾ നടക്കുന്നത്. ഇപ്പം ഞാൻ നേരത്തെ ശരിക്കും എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പേ നടന്നതാണ് ഈ 86 സ്റ്റെപ്സ്. അപ്പം ഇത് കാൽക്കുലേറ്റ് ചെയ്യാണ്ടാണ് ബാക്കി നമ്മൾ നടക്കേണ്ടത്. പിന്നെ ഇതിനകത്ത് നമുക്ക് നമ്മുടെ വീക്കെൻഡായിട്ട് നമ്മൾ വീക്കെൻഡിൽ എത്ര നടന്നിട്ടുണ്ടെന്നും അതുപോലെ നമ്മുടെ വെയിറ്റ് നമ്മൾ എത്ര തൊട്ടാണ് തുടങ്ങിയിരിക്കുന്നത്, എത്ര വരെ നമുക്ക് എത്തണം, അങ്ങനത്തെ ഒരു കാൽക്കുലേഷനും ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പം ഇത് ഭയങ്കരമായിട്ട് നമുക്ക് ഒരു കണക്കിന് നോക്കിയാൽ ഹെൽപ്ഫുള്ളാണ്. നമ്മുടെ പഴയ ഡേറ്റാസ് എല്ലാം ഇതിൽ അവൈലബിൾ ആണ്.
അതുകൊണ്ട് തന്നെ നമുക്കിത് നമ്മൾ എന്നാണ് ഞാൻ ലാസ്റ്റ് വെയിറ്റ് നോക്കിയെന്ന്, അന്ന് എത്ര കിലോ ആണെന്നൊന്നും ചിലപ്പോൾ നമുക്ക് ഓർമ്മ കാണത്തില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ആപ്പ് നമ്മൾ എടുത്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ പെർഹാപ്സ് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്കിതിൽ ലഭിക്കുന്നതാണ്. പിന്നെ വോക്കിങ്ങിന് വേറെ ഒരുപാട് ആപ്സ് ഉണ്ട്. പക്ഷെ ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്ത് വരുന്ന ഇതാണ്. എനിക്കിത് യൂസ് ടു ആയി. അതുകൊണ്ടാണ് ഞാനിത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് വരുന്നത്. വേറെ ഒരുപാട് ആപ്സ് ഉണ്ട് കേട്ടോ. പിന്നെ ഇതിനകത്ത് നമുക്ക് അത്യാവശ്യം എക്സസൈസ് പറഞ്ഞു തരും. അതായത് നമുക്കിപ്പോൾ ഏത് സൈഡാണ് ഇപ്പോൾ ചിലർക്ക് കൈവണ്ണം കുറയ്ക്കണം, ചിലർക്ക് വയറിനായിരിക്കും കുറയ്ക്കേണ്ടത്. അപ്പോൾ അതിനനുസൃതമായിട്ടുള്ള എക്സസൈസും ഇതിൽ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ നമ്മുടെ BMI കാൽക്കുലേഷനും ഇതിൽ അവൈലബിൾ ആണ്. നമ്മുടെ ഹൈറ്റ് നമുക്കറിയാമെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് എത്ര വെയിറ്റ് മുതൽ അതായത് ഒരു 54 മുതൽ 62 വരെ ആയിരിക്കും നമ്മുടെ ഒരു ഇതാണെന്ന് വിചാരിച്ചു. ഇപ്പോൾ 170 ഉള്ള ആൾക്ക് 56 മുതൽ അല്ലെങ്കിൽ ഒരു 67 വരെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻ എല്ലാം ഇത് പറഞ്ഞു തരും. അപ്പം നമുക്ക് BMI അനുസരിച്ച് എത്ര കുറയ്ക്കണമെന്നുള്ളതും എത്ര കൗണ്ട് ചെയ്ത് പോകണമെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസും ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ആപ്പിനെക്കുറിച്ച് ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ആപ്പിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും മനസ്സിലാവാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞു തരാം. അപ്പം നമുക്ക് ഇന്നത്തെ നമ്മുടെ ഒരു ഡേ ഇത്രയൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. നാളെ നമുക്ക് ഡേ 9 കാണാം. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക. നാളെ എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും. ബൈ.